ഇങ്ങനൊരു മീറ്റിംഗ് വിളിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ 3 പരാതികൾ ഇവിടെ കിട്ടി. ഒന്ന് നമ്മളൊരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കാരണം KSB ഓഫീസിൽ കയറി ഓരോ കുട്ടികൾ പ്രതികരിക്കുന്ന പല രൂപത്തിലാണ്. അവിടെയുള്ള ഫർണിച്ചർ നശിപ്പിക്കുക, അവിടെയുള്ള സ്റ്റാഫിനോട് വളരെ മോശമായിട്ട് പെരുമാറുക, അവരുടെ ഔദ്യോഗിക കൃത്യമാണ് തടസ്സപ്പെടുക, ഇങ്ങനെ ഇത്ര പ്രശ്നങ്ങളുണ്ട്. അതുകൂടാതെ ചില ആൾക്കാരെ വീട് പൂട്ടി KSB ഓഫീസിൽ കയറിയിട്ട് അവിടെ കിടന്നു പറയുന്നു. അപ്പം ഒരു സർക്കാർ ഓഫീസിൽ അതിക്രമിച്ച് കയറിയിട്ട് അവിടെ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പം അങ്ങനെയുള്ള അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ പരാതികൾ ഇവിടെ കിട്ടുകയും ഒരു കേസ് രജിസ്റ്റർ ചെയ്ത പശ്ചാത്തലത്തിൽ അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ കൂടിയാണ് ഇങ്ങനെ ഒരു മീറ്റിംഗ് വിളിച്ചിരിക്കുന്നത്. എന്തായാലും ഇതിൻ്റെ ഒരു സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ AC ഇത്ര ടെമ്പറേച്ചർ കുറച്ചുകൊണ്ട് അല്ലെങ്കിൽ കൂട്ടിക്കൊണ്ട് ഏകദേശം 26-ന് മുകളിൽ വെച്ചുകൊണ്ട് അത് വർക്കൗട്ട് ചെയ്തിരുന്നു. അതേപോലെ തന്നെ ഫ്രിഡ്ജ് രാത്രി കാലങ്ങളിൽ 1-2 മണിക്കൂർ ഓഫ് ചെയ്തിടുക. ഇങ്ങനെയുള്ള ഇത്തരം കാര്യങ്ങളുണ്ടല്ലോ, നമ്മൾ എന്തൊക്കെ പ്രിക്കോഷൻ എടുക്കണം എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ച് വിശദമായി ഒരു വീഡിയോ പ്രോഗ്രാം തയ്യാറാക്കിയിട്ട് അത് ഇപ്പോൾ പല വീഡിയോസും ഒക്കെ തന്നെ നേരത്തെ വക്കീൽ പറഞ്ഞ പോലെ പലതും നമുക്ക് അവൈലബിളാണ്, യൂട്യൂബിലെല്ലാം അവൈലബിളാണ്. പക്ഷേ നമുക്കിവിടെ പ്രാദേശിക തലത്തിൽ അത് വേണ്ട രൂപത്തിൽ എത്തണമെന്നില്ല. അതുകൊണ്ട് പ്രാദേശിക തലത്തിൽ ആ ഗ്രൂപ്പുകളിൽ എത്തിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് KSBന്റെ ഓഫീസേഴ്സിനോട് പറയാം. അത് അപ്പോൾ അതിപ്പോ ഒരു പഞ്ചായത്ത് പ്രസിഡന്റിനോ അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പേഴ്സിനോ കൊടുക്കുകയാണെങ്കിൽ അവരുടെ ഗ്രൂപ്പുകളിലേക്ക് പോകും. പ്രാദേശിക തലത്തിലുള്ള ആ ഗ്രൂപ്പിൽ അതിനെ മാനേജ് ചെയ്യാനുള്ള ഒരു കാര്യം നമുക്ക് ചെയ്യാം. പിന്നെ ഒരിക്കലും തന്നെ KSB ഓഫീസിലേക്ക് കടന്നു വന്നിട്ട് അവിടെയുള്ള പ്രശ്നം ഉണ്ടാക്കാൻ പാടില്ല. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നിങ്ങളാൽ കഴിയുന്ന ജനപ്രതിനിധികൾ എന്നുള്ളതിൽ നിങ്ങൾക്കാണ് ഒരുപാട് കോണ്ടാക്ട്സ് ഉണ്ട്. അപ്പോൾ ആ രൂപത്തിൽ നിങ്ങളും അവിടുന്ന് പ്രശ്നം ഉണ്ടാക്കുന്നവരുടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. KSBയിൽ പോയതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. ഈ കറണ്ട് മാനേജ് ചെയ്യുന്ന ഒരു സ്ഥലത്തേക്ക് തന്നെ അതിനെക്കാട്ട് വലിയ അപകടമാണ് ഉണ്ടാകുക. പിന്നെ അവിടെ AI വിളിക്കും, എന്നെ വിളിക്കും. ഞാനവിടെ നിന്ന് കഴിഞ്ഞവണ തലപ്പുറം ഒരാളെ പിടിച്ച് കൊണ്ടുവരേണ്ടി വന്നു. പിന്നെ ഇപ്പോൾ ഒരു കേസ് രജിസ്റ്റർ ചെയ്യുന്നു. 353 IPC പ്രകാരം കേസെടുത്തിരിക്കുകയാണ്, ജാമ്യം കിട്ടാത്ത കേസെടുത്തിരിക്കുകയാണ്. മേലിൽ ഇത്തരം പ്രശ്നങ്ങൾ തന്നെ ഉണ്ടാകാൻ പാടില്ല. ജനപ്രതിനിധികൾ അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പ്രാദേശിക തലത്തിൽ അതിൻ്റെ ഒരുപാട് കാര്യം. പിന്നെ ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു സമരം ചെയ്യുകയാണെങ്കിൽ നമുക്കതിൻ്റെ മുകളിൽ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാം. കാരണം എന്ന് പറഞ്ഞാൽ പോലീസുകാർ അവരുടെ കാര്യങ്ങൾ വിശദീകരിക്കുന്നു പോകും. മറിച്ച് ഇതുപോലെ രാത്രി കാലങ്ങളിൽ അസമയത്ത് കുറേ ചെറുപ്പക്കാരെ കയറിയിട്ട് പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടാണ്. അതങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനെ തീർച്ചയായിട്ടും ഡിസ്കറേജ് ചെയ്യണം. അതിനുള്ള മനസ്സ് നിങ്ങളുടെ എല്ലാ ഭാഗത്തും ഉണ്ടാവണം എന്നുള്ള കാര്യമാണ് സൂചിപ്പിക്കാനുള്ളത്. കേരളത്തിലെ ഏകദേശം 2000-ലേറെ ട്രാൻസ്ഫോമർ കത്തിപ്പിക്കുന്ന അതിൻ്റെ കാരണം എന്താണ് അമിതമായ ഈ വൈദ്യുതി ഉപയോഗം. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഇലക്ട്രിക് വെഹിക്കിൾ കണ്ടമാനം ഇറങ്ങിയതോടുകൂടി അതൊക്കെ ചെയ്യുന്ന രാത്രി കാലങ്ങളിലാണ്. രാത്രി കാലങ്ങളിൽ എല്ലാ ആൾക്കാരും കൂട്ടിലടങ്ങുക. അപ്പോഴാണ് എല്ലാ ആൾക്കാർക്കും പിന്നെ AC ഓൺ ചെയ്യുക. പകല് അത്ര വലിയ പ്രോബ്ലം ഇല്ല. രാത്രി ഇത്രയും വലിയ എമൗണ്ട് ഓഫ് കറണ്ട് കൺസ്യൂം ചെയ്യുമ്പോൾ അതിന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല, കത്തിപ്പോകും. അപ്പോൾ അങ്ങനെയുള്ള പല സാഹചര്യങ്ങളുണ്ടായി. ഇതിനെല്ലാം അത്തരം കാര്യങ്ങൾ വിശദമായിട്ട് അതിന് പ്രശ്നങ്ങളും പരിഹാരങ്ങളും നമ്മുടെ 3 AEമാർ സബ് എഞ്ചിനീയറും ഇവിടെ വന്നിട്ടുണ്ട്. ആദ്യം നമുക്ക് സുദീപ്, അസിസ്റ്റന്റ് എഞ്ചിനീയർ തലപ്പാറ. ബഹുമാനപ്പെട്ട ജനപ്രതിനിധികൾ, എല്ലാവരും കൃത്യമായിട്ട് കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം, മനസ്സിലാക്കിയിട്ടുണ്ട്. എല്ലാവരുടെയും പ്രതികരണത്തിൻ്റെ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ടും എല്ലാം മനസ്സിലാക്കി തന്നെ പറയുന്നുണ്ട്. നമ്മുടെ ആ ഒരു പരിമിതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഈ ക്രൈസിസ് നമ്മുടെ ഫീഡറുകൾ ഓവർലോഡ് ആവുക എന്നുള്ളതാണ്. ഏകദേശം ഒരു 9 മണി മുതൽ ഒരു 2 മണി വരെയുള്ള സമയത്ത് നമ്മുടെ സബ്സ്റ്റേഷനിൽ വരുന്ന ഫീഡറുകൾ ഓവർലോഡായിട്ട് ട്രിപ്പാവുകയാണ്. നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കമ്പിയിൽ കൂടി കടന്നു പോകാവുന്ന ഒരു കറണ്ട് സെറ്റിങ് കൊടുത്തിട്ടുണ്ട്. മാക്സിമം അതിനകത്ത് കൂടെ പോകാവുന്ന ഒരു കറണ്ടിൻ്റെ സെറ്റിങ്ങാണ് സബ്സ്റ്റേഷനിൽ റിലേ സെറ്റിംഗ് ആയിട്ട് വെച്ചിരിക്കുന്നത്. അതിന് മുകളിലോട്ട് പോയി കഴിഞ്ഞ് ട്രിപ്പായി പോവുകയാണ്. അപ്പോൾ സാധാരണഗതിയിൽ അതിനൊക്കെ വളരെ താഴെയായിരിക്കും അതിലൂടെ പോകുന്ന
കറണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു 9 തൊട്ട് 1 മണി 2 മണി വരെയുള്ള സമയത്ത് ഈ ഒരു സമയത്ത് ഇത് അതിനെല്ലാം കടന്നു പോവാം. അത് കടന്നു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സബ്സ്റ്റേഷനിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ഈ ലൈറ്റ് ഫുൾ അങ്ങ് ഓഫാകും. പിന്നെ ഇത് ചാർജ് ചെയ്യണമെങ്കിൽ നമുക്ക് ആ ലോഡ് കുറച്ച് കൊടുക്കണം. അപ്പോൾ ആ ലോഡ് കുറച്ച് കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ ആ ഒരു ഫീഡറിലുള്ള ഒരു 10, 30, 40 ട്രാൻസ്ഫോമറുകൾ എന്ന് പറയുമ്പോൾ 10, 8,000, 10,000 ആളുകൾക്ക് ഒരേ സമയത്ത് ഫുള്ള് കറണ്ട് പോകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും കുറച്ച് ലോഡ് കുറച്ച് കൊടുക്കുക, എന്നിട്ട് ആ കറണ്ട് ലിമിറ്റിനുള്ളിൽ ആക്കിക്കൊണ്ട് ഫീഡർ ചാർജ് ചെയ്യുക. ആ ഒരു സംഗതി മാത്രമേ നമുക്കിപ്പോൾ പറ്റുന്നുള്ളൂ. അത് നമുക്ക് നിർബന്ധിതമായിട്ട് ചെയ്തു പോകുന്ന കാര്യമാണ്. കാര്യം നമുക്കത് താല്പര്യമുള്ളതല്ല. ഒരാൾക്ക് പോലും സപ്ലൈ കൊടുക്കാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് വിഷമമുള്ള കാര്യമാണ്. കാര്യം ഓഫീസിലെ ഒരാൾക്ക് സപ്ലൈ പോയാൽ പോലും ആ ആൾ വിളിച്ചുകൊണ്ടിരിക്കും. ഒന്ന് നമുക്ക് അവിടെ ഒന്ന് വൃത്തിയായിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും സപ്ലൈ കൊടുത്തിട്ടാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു നിർബന്ധിതരാകുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മുടെ ഫീഡറുകളിൽ കുറച്ച് ലോഡ് കുറച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ബഹുമാനപ്പെട്ട MLA യോഗത്തിൽ പറഞ്ഞിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓഫ് ചെയ്യുമ്പോൾ നമ്മളെ മുൻകൂട്ടി ഒന്ന് അറിയിച്ചുകൊണ്ട് ഓഫ് ചെയ്യുക. അപ്പോൾ സാറൊക്കെ പറഞ്ഞതുപോലെ തന്നെ തലപ്പാറ സെക്ഷനെ സംബന്ധിച്ച് ഞങ്ങൾ അതിനുശേഷം ഒരു ഷെഡ്യൂൾ പോലെ ഉണ്ടാക്കിക്കൊണ്ട് ഇത്ര ട്രാൻസ്ഫോമറുകൾ ഇന്ന സമയങ്ങളിൽ ഓഫ് ചെയ്യുമെന്നുള്ളത് നമ്മുടെ പബ്ലിക് ഗ്രൂപ്പുകളിലൂടെ അറിയിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഒരു 3 ദിവസം കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ഗുണം നമുക്കിപ്പോൾ ഉണ്ട്. ഓഫീസിൽ അങ്ങനെ വലിയ പ്രശ്നങ്ങൾ കഴിഞ്ഞ 3 ദിവസങ്ങളായിട്ട് ഉണ്ടാകുന്നില്ല. അതിന് മുമ്പ് വരെ സാറിന് അറിയാം, നമ്മളെല്ലാ ദിവസവും വൈകിട്ട് ഞങ്ങൾ ഇവിടെയും വിളിക്കേണ്ട ഒരു അവസ്ഥയാണ്. നമ്മുടെ പൊതുജനങ്ങൾ ആരെയും കുറ്റം പറയുന്നില്ല. കാര്യം എല്ലാവരുടെയും അവസ്ഥ കറണ്ട് പോയി കഴിയുമ്പം നമ്മളും അനുഭവിക്കുന്ന ആ ഒരു ബുദ്ധിമുട്ട് അത് എല്ലാവർക്കും ഉണ്ടാകുന്നുണ്ട്. അവർ പ്രതികരിക്കുന്ന രീതി എങ്ങനെയാണെന്ന് അറിയാൻ പറ്റുന്നില്ല. നമുക്കുള്ളൊരു ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ OBC സംബന്ധിച്ച് സ്കൂളിൽ ഒരു ഓവർസിയറാണ് ഇരിക്കുന്നത്. ഫീൽഡിൽ നൈറ്റ് സാധാരണഗതിയിൽ 2 പേരാണുള്ളത്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ ഒരു 4-5 ദിവസമായിട്ട് നമ്മൾ 4 പേരെയാണ് ഫീൽഡിൽ നിർത്തിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പകല് നമുക്ക് ഈ 4 പേര് 5 പേരാണ് പകല് നമുക്ക് കിട്ടാതെ വരുന്നത്. അടുത്ത ദിവസം അങ്ങനെ തന്നെ. അപ്പോഴും നമ്മുടെ ജോലികൾ എല്ലാം പെൻഡിങ്ങിലോട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിലും അത് ഞങ്ങൾ നോക്കുന്നില്ല. കാര്യം രാത്രിയിലത്തെ നമ്മുടെ ഈ ബുദ്ധിമുട്ടുകൾ അവസാനിപ്പിക്കുന്ന കാര്യം ഒരു 2 പേരെ കൊണ്ട് നമുക്ക് ഈ 4-5 ഫീഡറുകൾ ഒരേ സമയത്ത് ട്രിപ്പ് ആകുമ്പോൾ എല്ലായിടത്തും എത്തിപ്പെടാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടാണുള്ളത്.